നമസ്കാരം. ഭൂമി ഇനി അധിക നാളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രപഞ്ചത്തിലെ അനന്തമായ ശൂന്യതകൾക്കിടയിൽ ജീവന്റെ തുടുപ്പോടെ നിലനിൽക്കുന്ന ഒരേയൊരു നീലഗ്രഹം, അതാണ് ഭൂമി. കോടിക്കണക്കിന് വർഷങ്ങളായി ജീവൻ നിലനിൽക്കുന്ന ഈ ഗ്രഹം ഒരിക്കലും അവസാനിക്കില്ലെന്ന മിഥ്യാധാരണ മനുഷ്യൻ എപ്പോഴും നെഞ്ചിൽ സൂക്ഷിക്കുന്നു. എന്നാൽ ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ ആ ആശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ലോകാവസാനം എന്ന ആശയം മതഗ്രന്ഥങ്ങളിലും ജനകീയ പ്രവചനങ്ങളിലും മാത്രം ഒതുങ്ങിയിരുന്ന കാലം കഴിഞ്ഞു. ഇന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ കണക്കുകളിലേക്കും ശാസ്ത്രീയ മാതൃകകളിലേക്കും മാറിയിരിക്കുന്നു. അത്തരമൊരു പഠനമാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത്. ഭൂമിയിൽ ഓക്സിജൻ ഇല്ലാതാകുന്ന നാൾ ശാസ്ത്രജ്ഞർ ഏകദേശം കണക്കുകൂട്ടിയിരിക്കുന്നു. ഇനി ഏകദേശം 100 കോടി വർഷത്തിനുള്ളിൽ ഭൂമിയിലെ ഓക്സിജന്റെ സമൃദ്ധമായ അന്തരീക്ഷ നില തകർന്നു പോകും. ഇത് സംഭവിക്കുന്നതോടെ ഇന്ന് നമുക്കറിയാവുന്ന ജീവജാലങ്ങൾ ഭൂമിയിൽ നിലനിൽക്കാനാകാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ പഠനം ദ ഫ്യൂച്ചർ ലൈഫ് സ്പാൻ ഓഫ് എർത്ത് ഓക്സിജനേറ്റഡ് അറ്റ്മോസ്ഫിയർ എന്ന തലക്കെട്ടിൽ ലോകപ്രശസ്ത ശാസ്ത്രീയ ജേണലായ നേച്ചർ ജിയോസയൻസിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേവലം ഇതൊരു സിദ്ധാന്തമല്ല, മറിച്ച് നാസയുടെ പ്ലാനറ്ററി മോഡലിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ സിമുലേഷനാണ്. ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കാനായി ഗവേഷകർ ഏകദേശം 4 ലക്ഷം സൂപ്പർ കമ്പ്യൂട്ടറുകൾ സിമുലേഷനുകൾ നടത്തി. സൂര്യന്റെ പ്രകാശ തീവ്രത, ഭൂമിയിലെ കാർബൺ ചക്രം, അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ മാറ്റം, ഉപരിതല താപനില എന്നിവയെല്ലാം ഈ കണക്കിൽ ഉൾപ്പെടുത്തി. ഈ കണക്കുകൾ ഓരോന്നായി കൂട്ടിച്ചേർത്തപ്പോൾ ലഭിച്ച നിഗമനം ഭയപ്പെടുത്തുന്നതായിരുന്നു. സൂര്യൻ പ്രായം കൂടുന്നതോടെ കൂടുതൽ ചൂടും പ്രകാശവും പുറപ്പെടുവിക്കും. ഇത് ഭൂമിയിലെ കാലാവസ്ഥ സമതുലിതാവസ്ഥ തകർക്കും. സൂര്യന്റെ ചൂട് ജീവന്റെ ശത്രുവായി മാറുമ്പോൾ ഇന്ന് ജീവനെ നിലനിർത്തുന്ന സൂര്യൻ തന്നെയാണ് ഭാവിയിൽ ഭൂമിയുടെ വെല്ലുവിളിയായി മാറുക. സൂര്യന്റെ പ്രകാശം ക്രമേണ വർദ്ധിക്കുന്നതോടെ ഭൂമിയിലെ ജലം വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടും. സമുദ്രനിരപ്പിൽ മാത്രമല്ല, മണ്ണിനടിയിലും ഈർപ്പം കുറഞ്ഞു തുടങ്ങും. അതോടൊപ്പം ഭൂമിയുടെ കാർബണേറ്റ് സിലിക്കേറ്റ് ജിയോകെമിക്കൽ ചക്രം ദുർബലമാകുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ചക്രം തകരുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അപകടകരമായി കുറയും. സസ്യങ്ങൾ നശിക്കുമ്പോൾ ഓക്സിജനും അവസാനിക്കും. കാർബൺ ഡയോക്സൈഡ് കുറയുന്നത് ഏറ്റവും ആദ്യം ബാധിക്കുക സസ്യങ്ങളെയാണ്. സസ്യങ്ങൾ ഇല്ലാതാകുന്നതോടെ ഭൂമിയിലെ ഓക്സിജൻ ഉൽപാദനം തന്നെ നിൽക്കും. ഇതാണ് ഈ പഠനത്തിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. ഓക്സിജൻ കുറയുന്നത് പതുക്കെയല്ല, മറിച്ച് വേഗത്തിൽ സംഭവിക്കും. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഭൂമി ഇന്ന് നാം കാണുന്ന നീലഗ്രഹം അല്ലാതായി മാറും. ഈ മാറ്റങ്ങൾ സംഭവിച്ചാൽ ഭൂമി വീണ്ടും ഗ്രേറ്റ് ഓക്സിഡേഷൻ എന്ന പഴയ ഒരു അവസ്ഥയിലേക്ക് മടങ്ങും. അന്ന് ഭൂമിയിൽ ഓക്സിജൻ വളരെ കുറവായിരുന്നു. പകരം മിഥെയ്ൻ പോലുള്ള വാതകങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്നു. അത്തരം ഒരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിൽക്കാമെങ്കിലും അത് ഇന്ന് നമുക്കറിയാവുന്ന ജീവനായിരിക്കില്ല. മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും ഉൾപ്പെടുന്ന സമഗ്രമായ ജൈവമണ്ഡലം അവിടെ അസാധ്യമാകും. ഭൂമിയിലെ ജൈവമണ്ഡലം 2 ബില്യൺ വർഷത്തിനുള്ളിൽ മാത്രമേ അവസാനിക്കൂ എന്നായിരുന്നു. എന്നാൽ പുതിയ പഠനം ആ കണക്കുകൾ തിരുത്തുകയാണ്. ജൈവമണ്ഡലം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ഓക്സിജന്റെ അന്തരീക്ഷം തകർന്നു പോകും. അതിനാൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ കഴിയുന്ന കാലയളവ് മുൻ കണക്കുകളേക്കാൾ വളരെയധികം കുറവാണ്. ഇത് നാളെ സംഭവിക്കുകയൊന്നുമില്ല. 1 ബില്യൺ വർഷം എന്നത് മനുഷ്യ ചരിത്രത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ അനന്തമായ സമയമാണ്. അതിനാൽ ഇത് നാളെയോ 100 വർഷത്തിനുള്ളിലോ സംഭവിക്കുന്ന ഒന്നല്ല. എന്നാൽ ശാസ്ത്രലോകം നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണിത്. ഭൂമി ശാശ്വതമല്ല. മനുഷ്യൻ ഭൂമിക്കപ്പുറം ജീവിക്കാൻ തയ്യാറെടുക്കണോ? മറ്റ് എക്സോ പ്ലാനറ്റുകൾ, കൃത്രിമ ആവാസ വ്യവസ്ഥകൾ എല്ലാം ശാസ്ത്രലോകം ഗൗരവത്തോടെ പരിഗണിക്കുന്നതിന്റെ പിന്നിലെ കാരണം ഇതുപോലുള്ള പഠനങ്ങളാണ്. ഭൂമി ഇന്ന് അവസാനിക്കില്ല, പക്ഷേ ഭൂമിക്കും ഒരവസാനമുണ്ടെന്ന സത്യം ശാസ്ത്രം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി TV.